ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ടിക്ടോക്കിൽ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് കേട്ടോ അറബെല്ല ഫ്രാഗ്രൻസിൻ്റെ ഓഫർ സെയിൽ കണ്ടത്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും ഉള്ള ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സൂക്ഷിച്ച് നോക്കുന്നത് എൻ്റെ ഫേസിലെ പിമ്പിൾസിൻ്റെ അവസ്ഥയാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാളിലാണ്. പക്ഷേ അവിടെ അല്ലായിരുന്നു ലൊക്കേഷൻ. അവിടെ കയറിയപ്പോഴാണ് കണ്ടത് ദേവുട്ട്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് വന്നതാണ് ആക്ച്വലി. പക്ഷേ കറക്റ്റ് സ്പോട്ട് അതല്ലായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ലുലു ഉണ്ട്. അവിടെയാണ് ഈ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ലുലു ഉണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അറബെല്ല ഫ്രാഗ്രൻസ്. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ സ്റ്റോർ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ 2-3 ഞാൻ ട്രയൽ ചെയ്തിട്ട് എനിക്ക് 3 ഓഫറിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങിക്കാനുള്ളത് കൊണ്ടിട്ട് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ്. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിലെ തട്ടുകട എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം തട്ടുകടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും. തട്ടുകടയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ തട്ടുകട പോലെ തന്നെയാണ് കേട്ടോ. നല്ല ചായയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് ചായ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് നാട്ടിൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫസ്റ്റ് എപ്പോഴും ചായ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ പോകുന്ന വഴി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ദുബായിയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ താമസിക്കുന്നത് ദുബായ് അൽനാദയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റി ലൈഫാണ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. അപ്പോഴാണ് ഓർത്തത് ലെങ്ത്ത് കുറവാണല്ലോ എന്ന്. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്, അത് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. മിക്കപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും ലോങ് വീഡിയോസ് എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഈ ഷോർട്സ് വീഡിയോ എടുത്ത് നമ്മളങ്ങനെ മറന്നു പോകുന്നുണ്ട്. മിക്കപ്പോഴും ഷോർട്സ് വീഡിയോസ് എടുക്കുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് ലോങ്ങിൻ്റെ അങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലെങ്തി വീഡിയോസ് ഇട്ടാലും മാത്രം അത്യാവശ്യം ഗ്രോത്തും പിന്നെ വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന്. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതിലൊക്കെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഷോർട്സ് വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് വ്യൂവേഴ്സ് കയറും, പക്ഷേ വാച്ച് ഓവർ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് അങ്ങോട്ട് ലെങ്തി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോസാണ് കേട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നത് കൊണ്ടിട്ട് നമ്മൾ നെല്ലിപ്പുലാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ എനിക്ക് വലിയ സെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാകിസ്ഥാനി ഷോപ്പിൽ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.